الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ ചടങ്ങിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മുഖദ്ദിശും എന്റെ ബഹുമാന്യ സുഹൃത്തും സഹപ്രവർത്തകനുമായ സിദ്ദീഖ് ഫൈസി അമ്മിനിക്കാട്, നമ്മുടെ ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ നമുക്കൊക്കെ പ്രിയങ്കരനായ CP മുഹമ്മദ് MLA അവർകളെ, അഭിനന്ദനായ എന്റെ സുഹൃത്ത് നേരത്തെ ഇവിടെ പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യനായ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, റേഞ്ച് പ്രസിഡന്റ് ബഹുമാന്യനായ കുഞ്ഞുമുഹമ്മദ് ഫൈസി, സെക്രട്ടറി അബ്ബാസ് മൗലവി, നമ്മുടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട താജുദ്ദീൻ തങ്ങൾ, ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അസൽ സത്താഫ് തങ്ങൾ, മുസ്തഫ മാഷ്, മാനേജ്മെന്റ് സമിതിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട MC സൈദർവി ഹാജി, PP ഹൈദർ മുസ്ലിയാർ, കമ്മുക്കുട്ടി ഹാജി തുടങ്ങി മുഹമ്മദ് അലി ഫൈസി അടക്കമുള്ള ബഷീർ മാഷ് അടക്കമുള്ള നമ്മുടെ ഈ വേദിയിലെയും സദസ്സിലെയും ഒക്കെ ബഹുമാന്യരായ പണ്ഡിതന്മാർ, ഉമറാക്കൾ, റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രതിഭാസമ്പന്നരായ ഭാരവാഹികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെയും അതിന്റെ ആദർശത്തെയും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ ആഭിമുഖ്യത്തിൽ വളരെ മനോഹരമായി 30ാം വാർഷിക സമ്മേളനം വർണ്ണാഭമായ പരിപാടികളോടുകൂടി കൊണ്ടാടാൻ നമ്മുടെ പ്രിയപ്പെട്ട റേഞ്ച് ഭാരവാഹികൾക്ക് സാധ്യമായി. സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹതപ്പെട്ട പ്രതിഫലം രണ്ടു വീട്ടിലും നൽകി അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. ഞാൻ ദീർഘമായ പ്രഭാഷണം നിർവഹിക്കുന്നില്ല. കാരണം ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, പനി ബാധിച്ചുകൊണ്ട് പരിപാടിക്ക് വരാൻ പറ്റാതിരിക്കുമ്പോൾ ഇവിടെ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നിർബന്ധിച്ചപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി കൈമാറി എന്റെ കടമ നിർവഹിക്കുക എന്ന ഏറ്റെടുത്ത ഉത്തരവാദിത്ത ബോധം ഒന്ന് പ്രകടമാക്കുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും ജീവസുറ്റ ഒരു ചാലക ശക്തിയായ ഘടകമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടപ്പാക്കുന്ന എന്തു പ്രവർത്തനങ്ങളും ഗ്രാമതലത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ കെൽപ്പുള്ള അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് ജമിയത്തുൽ മുഅല്ലിമീനെ നമ്മൾ കാണുന്നത്. നമ്മൾ സമ്മേളനം തീരുമാനിക്കുമ്പോഴും സുപ്രഭാതം പത്രം നമ്മൾ ജനങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴും അതിനുവേണ്ടി കൂടിയ ചർച്ചകളിലൊക്കെ എല്ലാവരും എടുത്തു ധരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ജമിയത്തുൽ മുഅല്ലിമീനെ ഇതിൽ ഭാഗവാക്കാക്കിയെങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധ്യമാകൂ എന്ന ഒരു അഭിപ്രായം എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി പറയുമ്പോൾ മുഅല്ലിം സമൂഹത്തെക്കുറിച്ച്, സമൂഹത്തിനുള്ള പൊതുധാരണയെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഒരു മുഅല്ലിം എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് തികച്ചും പ്രിയങ്കരനാണ്. അവരുടെ കുട്ടികൾക്ക് വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ജനാംഗീകാരമുള്ള ഒരു വ്യക്തിത്വമാണ് മുഅല്ലിം. ശമ്പളം എത്ര കുറഞ്ഞു പോയാലും പൊതുസമൂഹത്തിൽ അവന്റെ ജോലിയെക്കുറിച്ച് ആളുകൾ എന്തു തന്നെ കരുതിയാലും ഇസ്ലാമിക ബോധമുള്ള മനുഷ്യരുടെ മുമ്പിലും നാളെ അള്ളാഹുവിന്റെ മുമ്പിലും
ഉന്നത പദവിയുള്ളവരാണ് മുഅല്ലിമീങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്കില്ല. ജനസമൂഹത്തെ നന്മയിലേക്ക് നയിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തവരാണ് പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങൾ. ലൗലൽ ഉലമാഉ ലസാറന്നാസു മിഥലൽ ബഹായിം എന്ന് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാചകം ചരിത്രത്തിൽ സുവിദിതമാണ്. ഉലമാക്കളില്ലായിരുന്നുവെങ്കിൽ ജനങ്ങളൊക്കെ മൃഗതുല്യരാകും. അതിന്റെ കാരണവും അദ്ദേഹം സമൂഹത്തോട് പറഞ്ഞു. അവരാണ് ജനങ്ങളെ ശരിക്കും നയിച്ചു കൊണ്ടുപോകുന്നത്. ഫൈന്നഹും യുഖ്രിജൂന നാസ്, അവരാണ് ജനങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് മിൻ ഹദ്ദിൽ ബഹീമത്തി ഇലാ ഹദ്ദിൽ ഇൻസാനിയത്തി, മനുഷ്യത്വത്തിന്റെ പരിധിയിലേക്ക് മൃഗീയതയുടെ പരിധിയിൽ നിന്ന് മനുഷ്യനെ കൊണ്ടുപോകുന്ന ആളുകൾ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ നിർവഹിക്കുന്ന ദൗത്യം സമൂഹത്തിൽ അതിപ്രധാനമാണ്. നമ്മുടെ സമൂഹത്തിൽ മദ്രസ പ്രസ്ഥാനം വഹിക്കുന്ന പങ്കിനെ കുറിച്ച് ഒരുപക്ഷേ നമ്മുടെ വളർന്നു വരുന്ന തലമുറ ഗൗരവത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമുള്ളതാണ്. അതാണ് ബഹുമാന്യനായ CP നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. നമ്മുടെ കുട്ടികളെ മതവിദ്യാപനം നടന്ന മതവിദ്യ പഠിപ്പിച്ചു കൊടുക്കണം, മതപാഠശാലയെ വളർത്തണം എന്ന കാര്യത്തിൽ നമ്മുടെ രക്ഷിതാക്കൾ വളരെ പുറകിലാണ്. മനുഷ്യന് മുഴുവനും ഒരു ഭൗതിക മോഹത്തിന്റെ അടിമകളായി നമ്മുടെ കുട്ടിയെ കൊണ്ട് ഭൗതിക വിദ്യ നന്നായി പഠിപ്പിച്ച് അവൻ ഈ ഭൂമുഖത്തൊരു സമ്പാദിക്കുന്നവനായി മാറണം എന്ന ചിന്ത മാത്രമേ നമ്മുടെ തലമുറയുടെ മുമ്പിലുള്ളൂ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല, ജീവിതം ഇവിടെ അസ്തമിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുകയാണ്. നാളേക്ക് നമ്മൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന്റെ മറുപടി നമ്മുടെ മുമ്പിലുണ്ടോ? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന കുട്ടി, ഒരു കുഞ്ഞിനെ പടച്ചണം ഒരു മനുഷ്യന് തന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു അവന് കൊടുത്ത ഏറ്റവും വലിയ നിഅമത്താണ് എന്ന് ചരിത്രം പറയും. പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുന്നു, ചരിത്രവും അങ്ങനെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ പടച്ചറപ്പ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ശരിക്ക് ദീനിയായി വളർത്തുക എന്ന ഉത്തരവാദിത്തം ആ രക്ഷിതാവിന് നിക്ഷിപ്തമാണ്. അല്ലാഹു മനുഷ്യന് നൽകുന്ന നിഅമത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട നിഅമത്താണ് മക്കൾ എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആന്റെ പദപ്രയോഗങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിച്ചതും അതുപോലെ തന്നെ വലിയ വലിയ മഹത്തുക്കളൊക്കെ പറഞ്ഞതും സ്വാലിഹീങ്ങളുടെ കൂടെ ചേർക്കാൻ, സ്വാലിഹീങ്ങളുടെ കൂടെ ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ നമ്മുടെ കുഞ്ഞും സ്വാലിഹാകണം എന്നൊരു മോഹം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി തങ്ങൾ പടച്ചറബിനോട് ദുആ ചെയ്തപ്പോൾ പറഞ്ഞു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ എനിക്ക് സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു കുഞ്ഞിനെ തരണേ. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പടച്ചറബ് മറുപടി കൊടുത്തതോ ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. ബഷർനാഹു എന്ന തബ്ശീറിന്റെ പദമാണ് പടച്ചറബ് ഉപയോഗിച്ചത്. തബ്ശീറിന്റെ പദം എന്ന് പറയുമ്പോൾ സന്തോഷത്തോടുകൂടി നിങ്ങൾക്കൊരു കുഞ്ഞിനെ ഞാൻ തരുന്നു. അതിന്റെ അർത്ഥം ഒരു കുഞ്ഞിനെ പടച്ചറബ് നൽകുന്നത് സന്തോഷമാണ്, കുടുംബത്തിലെ സന്തോഷമാണ് കുഞ്ഞ്. അതുപോലെ തന്നെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കുഞ്ഞിനെ കൊടുത്തപ്പോഴും പടച്ചറബ് പറഞ്ഞു. സക്കരിയ നബി പള്ളിയുടെ മെഹ്റാബിൽ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാ മറുപടി. മഹാനവർകൾ നേരത്തെ റബ്ബിനോട് ചോദിച്ചിരുന്നു, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ നീ എനിക്ക് നല്ല ഒരു കുഞ്ഞിനെ തരണം, നീ പ്രാർത്ഥന കേൾക്കുന്ന തമ്പുരാനാണല്ലോ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞിനെ കൊടുത്ത കഥ പറയുന്നു. ഫനാദതുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. മിഹ്റാബിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ. യഹ്യ എന്ന കുഞ്ഞിനെ കൊണ്ട് പടച്ചറബദികൾക്ക് ശുഭവാർത്ത അറിയിച്ചിരിക്കുന്നു. അവിടെയും യുബശ്ശിറുക സന്തോഷം. അല്ലാഹു ഈ പദം പിന്നെ ഉപയോഗിച്ചത് സ്വർഗം തന്നപ്പോൾ മാത്രമാണ്. കൊടുത്തറിഞ്ഞ വാക്കും സ്വർഗം പാക്കുമാണ്. ഇന്നല്ലദീന ഖാലു റബ്ബ്. സ്വർഗം കൊടുക്കുമ്പോ പടച്ചറബ് അബ്ശിറു തബ്ശീറിന്റെ പദം പറഞ്ഞു. കുഞ്ഞിനെ കൊടുക്കുമ്പോഴും പടച്ചറബ് പറഞ്ഞു സ്വർഗത്തെ പറഞ്ഞ പദം. അപ്പൊ ശരിക്കും നമുക്കൊരു കുട്ടി ജനിക്കാന്ന് സ്വർഗം കിട്ടുന്നതിന് തുല്യമാണ്. നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആ കുട്ടിക്ക് കഴിയും. സ്വാലിഹായ ഒരു മകനാണെങ്കിൽ ആ രക്ഷിതാവിന് ആ കുഞ്ഞിനെ കൊണ്ട് വലിയ ഉപകാരം ഉണ്ടാവും. അതുകൊണ്ടാണ് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചത് അല്ലാഹു മനുഷ്യന് കൊടുക്കുന്ന നിഅമത്തിൽ വെച്ച് ഏറ്റവും വലിയ
നിഅമത്ത് മക്കളാണ്. നിഅമത്തിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് മക്കളാണെന്ന് തബ്ശീർ പറഞ്ഞ ഖുർആൻ തന്നെ പറഞ്ഞു. ഫിത്നയുമാണ്, അദുവാണ്. നാളെ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനും ഈ കുട്ടി മതി, സ്വർഗത്തിൽ കൊണ്ടുപോകാനും ഈ കുട്ടി മതി. ഖൈറും മക്കളെ കൊണ്ടുണ്ടാകും, ഷെറും മക്കളെ കൊണ്ടുണ്ടാവും. മക്കളെ കൊണ്ട് ഖൈറുണ്ടാകണമെങ്കിൽ അവർക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൈനുലാബി ഉസ്താദ് നിങ്ങളെ മൈക്ക് പോയിട്ടുണ്ട് കേട്ടോ. സൈനുലാബി ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മൈക്ക് പോയിട്ടുണ്ട്. 26 അഭയാർത്ഥി കേന്ദ്രം തുടങ്ങിയെന്ന ചരിത്രം പറയുന്നത്. കൃത്യമായ ചരിത്രം രേഖപ്പെടുത്തി 26 അഭയാർത്ഥി കേന്ദ്രം. 6 മാസം ഈ കുട്ടികളെ തീറ്റിപ്പൊറ്റി. അവർക്ക് മനസ്സിലായി ഈ കുട്ടികൾക്ക് സംരക്ഷണം ആവശ്യമാണ്. ഇത് ആരും ഏറ്റെടുക്കൂല, അതിനാരും ഇവിടെ ഇല്ല. നമ്മുടെ കേരളത്തിലെ ഭാവി തലമുറയാണത്. അവരെ പോറ്റാൻ പൂന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജംഇയ്യത്തുൽ ദഅവത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ സംഘടനയുടെ കീഴിൽ കേരളത്തിൽ ആദ്യമായി ഒരു ഷെൽട്ടർ ഉണ്ടാക്കി. അതാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യതീംഖാന. കേരളത്തിലെ ആദ്യത്തെ യതീംഖാന JDT ഇസ്ലാം കോഴിക്കോട്. നിങ്ങൾ ഓർക്കണം, കേരളത്തിലെ പാവപ്പെട്ട യതീമക്കളെ സംരക്ഷിക്കാൻ പഞ്ചാബിൽ നിന്ന് ആള് ഇങ്ങോട്ട് വരേണ്ടി വന്നു. നമ്മളെ സംരക്ഷിക്കാൻ കസൂരി സഹോദരന്മാർ പത്രത്തിൽ വായിച്ചിട്ട് ഇവിടെ വന്ന് സംരക്ഷിച്ചില്ലെങ്കിൽ കുട്ടികൾ അന്നം കിട്ടാതെ മരിച്ചു പോകുമായിരുന്നു. അത്രയും വലിയ ദുർഗതിയിൽ അടിച്ചമർത്തപ്പെട്ട ഒരു കൗമായിരുന്നു നമ്മൾ. നമ്മൾ ഇന്ന് അവരെ സഹായം ഇങ്ങോട്ട് വാങ്ങുകയല്ല. മുസഫർ നഗറിൽ കലാപമുണ്ടാകുമ്പോൾ തുണിയും അരിയും അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നു. ബഗൽപൂരിൽ കലാപമുണ്ടാകുമ്പോൾ പിരിപ്പിച്ചിട്ട് സംഭാവന അങ്ങോട്ട് ചെയ്യുന്നു. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരും ബഹുമാനപ്പെട്ട സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളും പശ്ചിമ ബംഗാളിൽ പോയി ദീനീ സ്ഥാപനത്തിന് തറക്കല്ലിടുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ബോംബെയിലും ഗുജറാത്തിലും യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് നിർമ്മിക്കുന്നു. കർണാടകയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഇവിടെ യതീം കുട്ടികൾക്ക് അന്നം കിട്ടാൻ അന്യ സംസ്ഥാനത്തെ ആളുകളുടെ ഔദാര്യത്തിന് കൈനീട്ടി യാചിച്ചിരുന്ന ഒരു കാലം കടന്ന് അവർക്ക് അരിയും തുണിയും പിന്നെ ദീനും അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്ന തലത്തിലേക്ക് നമ്മൾ എങ്ങനെ പൊങ്ങി? ആരാ നമ്മളെ ഉയർത്തിയത്? നമ്മളെ എണ്ണമാണോ? അല്ല. എണ്ണത്തിന് നമ്മളെക്കാളേറെ ഉത്തർപ്രദേശിലും പശ്ചിമബംഗാളിലും മുസ്ലിമുണ്ട്. നമ്മുടെ സമ്പത്താണോ നമ്മൾ ഉയർത്തിയതല്ല. നമ്മളെക്കാളേറെ സമ്പത്തുള്ള മുസ്ലിം അപ്പുറത്തുണ്ട്. ദാറുഹുദക്ക് വേണ്ടി സ്ഥാപനം നിർമ്മിക്കാൻ സ്വത്ത് വഖഫ് ചെയ്യാൻ മാത്രം വലിയ ആളുകൾ അവിടെ ഉണ്ടല്ലോ. ഇപ്പോഴും സ്വത്ത് തരാം, നിങ്ങൾ കെട്ടിടം നിർമ്മിച്ച് നിങ്ങൾക്ക് സ്ഥാപനം നടത്തിത്തരുമെന്ന് പറയുന്ന ആളുകളുടെ സ്വത്ത് അവരുടെ കയ്യിലുണ്ട്. നടത്താൻ അവർക്ക് കഴിയില്ല. പഠിക്കണം നിങ്ങൾ. പിന്നെ നമ്മളെ വളർത്തിയത് എന്താണ്? നമ്മുടെ സാഹചര്യമാണോ? അല്ല. അടിച്ചമർത്തപ്പെട്ട സാഹചര്യത്തിൽ നിന്നും ഉയർന്നു വന്നവരാ നമ്മൾ. ആരാ നമ്മൾ ഉയർത്തിയത്? നമ്മളെ ഉയർത്തിയത് പടച്ചറപ്പിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ആലിമീങ്ങളും ഉമറാക്കളും കൈകോർച്ച് പിടിച്ചപ്പോ ഉത്തരേന്ത്യക്കില്ലാതെ പോയ ഒന്നതാ. ഉത്തരേന്ത്യക്കില്ലാതെ പോയ പ്രധാനപ്പെട്ട ഒന്നതാ. നമ്മുടെ ആലിമീങ്ങളും സാധാരണക്കാരും ഉമറാക്കളും കൈ മെയ് മറന്നുകൊണ്ട് ഒന്നിച്ചു നിന്നു. നിങ്ങളത് മറക്കരുത്. ലോക മുസ്ലിങ്ങൾക്കില്ലാത്ത ഒന്ന് നമുക്കുണ്ട് കൂട്ടരെ, അത് ഇതാണ്. ലോക മുസ്ലിങ്ങൾക്കില്ലാതെ പോയി. നിങ്ങൾ വിദേശത്തേക്കൊന്ന് നോക്ക്. മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്ര ചിത്രം വേദനാജനകമല്ലേ? കണ്ണീരൊലിക്കൂലേ? ഒന്നിരുന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ബഷാറുൽ അസദിന്റെ നാട്, സിറിയൻ മണ്ണ്, മുസ്ലിം ഉമ്മത്തിന്റെ ഷാമാണത്, നമ്മുടെ ഷാം. ചരിത്രഭൂമിയായ സിറിയ എന്ന് പറയുന്ന ആ ഷാം, ബഷാറുൽ അസദിന്റെ ഭരണത്തിന്റെ ഫലമായി 2.5 ലക്ഷം മനുഷ്യന്റെ മക്കളെ തമ്മിലടിച്ചു വെച്ച് 2.5 ലക്ഷം. 40 ലക്ഷം ആളുകൾ ലോകത്ത് അഭയാർത്ഥികളാണ്. 40 ലക്ഷം മുസ്ലിമീങ്ങൾ അഭയാർത്ഥികൾ. UN ഇങ്ങനെ നോക്കുകുത്തിയായി നിൽക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല, പ്രതികരിക്കുന്നില്ല. കാരണം നഷ്ടമാർക്ക സദ്ദാം ഹുസൈനെ കൊന്നു കൊല വിളിച്ചുകൊണ്ട് ഇറാഖ് കുട്ടിച്ചോറാക്കി. കേണൽ ഗദ്ദാഫിയെ കൊന്നു. അവസാനം ലിബിയയും കുട്ടിച്ചോറാക്കുന്ന അവസ്ഥാവിശേഷത്തിലേക്കെത്തി.
സമാധാനപരമായി നിന്നിരുന്ന രണ്ട് രാജ്യമാണ് യമനും അതുപോലെ തന്നെ സൗദി അറേബ്യയും. യമനും സൗദി അറേബ്യയും തമ്മിൽ കൂട്ടിയടിപ്പിച്ചു. ആരാ ഇതിന്റെയൊക്കെ പിന്നിൽ? യമനിൽ സുന്നികളും ഷിയാകളും തമ്മിലുള്ള തർക്കമാണ്, ഗംഭീരമായ തർക്കം. എന്തൊക്കെ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നതറിയോ? ലോകത്തെ ചരക്ക് മാർക്കറ്റ് നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണത് ഏഡൻ ഉൾക്കടൽ. മെഡിറ്ററേനിയൻ കടലിൽ നിന്നും സൂയസ് കനാൽ കടന്ന് ചെങ്കടലിലെത്തി. ചെങ്കടലിൽ നിന്ന് നേരെ ഏഡൻ ഉൾക്കടൽ വഴിയാണ് അറബിക്കടലിലേക്ക് യൂറോപ്പിൽ നിന്നും ചരക്ക് കപ്പൽ വരുന്നത്. ഒരു കരയുദ്ധം നടന്ന് അവിടെ മുടങ്ങിയാൽ എണ്ണക്കയറ്റുമതി നിൽക്കും അറബികളുടെ. വലിയ സാമ്പത്തിക പ്രതിസന്ധി അറബി ലോകത്ത് വരും. അമേരിക്ക ഒരു പക്ഷേ കണക്ക് കൂട്ടുന്നുണ്ടാകാം. നിങ്ങൾ നോക്ക്, ഈജിപ്ത് എന്ന് പറയുന്ന പ്രദേശത്ത്, യൂറോപ്പിലാണത്, ഈജിപ്ത് എന്ന് പറയുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പള്ളി മസ്ജിദ് അംർ ബിൻ ആസ്. ആ പള്ളി ഇന്നും ആ പഴമയോടെ നിലനിൽക്കുന്നു. ഈജിപ്തിലെ പള്ളി ഞാൻ എന്റെ ജീവിതത്തിൽ വളരെ മനോഹരമായി അവിടെ ജുമഅക്ക് പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൃത്യമായി പറയുന്നു, ആ പള്ളി, ആ പഴമ നിലനിർത്തുന്ന ആ പള്ളി ഏറ്റവും തിരക്കുള്ള ഒരു പ്രദേശത്താണ്. ആ പള്ളിക്ക് മുമ്പിൽ കഴിഞ്ഞ 27-ാം രാവിന്റെ അന്ന് പരിശുദ്ധ റമദാനിൽ, കഴിഞ്ഞ റമദാനിൽ ലൈലത്തുൽ ഖദറിന്റെ ദിവസം മുസ്ലിങ്ങൾ പരസ്പരം വെടിവെച്ച് കൊല്ലുകയാണ്. വിഷയമെന്താ? അധികാര തർക്കം. ആരായി തർക്കമുണ്ടാക്കിയത് നമുക്കറിയില്ല. പാകിസ്ഥാനിൽ സ്ഫോടന പരമ്പരകള്, അഫ്ഗാനിസ്ഥാനിൽ എപ്പോഴും പ്രശ്നങ്ങൾ, മുസ്ലിം ലോകത്ത് മുഴുവൻ പ്രശ്നം. എവിടെയാ പ്രശ്നമില്ലാത്ത മുസ്ലിം രാജ്യമുള്ള സത്യപൂർവ്വമല്ലേ ഉള്ളൂ? ഈ പ്രശ്നങ്ങളൊക്കെ കൂട്ടിക്കുടച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്താ ഇതിന്റെ കാരണം? ഞാൻ മനസ്സിലാക്കുന്നത്, ലോക മുസ്ലിങ്ങൾക്കൊരു നേതൃത്വമില്ല. ഒരു സ്വീകാര്യനായ നേതാവ് മുസ്ലിം ഉമ്മത്തിനുണ്ടായിരുന്നുവെങ്കിൽ മാറ്റം വരുമായിരുന്നു. ലോക മുസ്ലിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നേതാവില്ല. എന്നതുപോലെ തന്നെ ലോക മുസ്ലിങ്ങൾക്കൊരു ഐക്യ സംഘവുമില്ല, ഒരുമിച്ച് നിൽക്കുന്ന സംഘമില്ല. ലോക മുസ്ലിങ്ങൾക്കൊരു നേതാവും ഒരുമയും ഉണ്ടായിരുന്നുവെങ്കിൽ പലസ്തീനെ എപ്പോഴും പീഡിപ്പിക്കുന്ന ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ സമൂഹത്തിന്റെ ചിത്രം പഠിക്കണം നിങ്ങൾ. അവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത്. കേരളീയ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത, നമുക്കൊരു സംഘടനയുണ്ട്, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ. നമുക്കൊരു നേതൃത്വമുണ്ട്, സമത്വയുടെയും പാണക്കാട് കുടുംബത്തിന്റെയും തണൽ. രാഷ്ട്രീയമായും സാമൂഹ്യമായും നമ്മൾ വളരെ ഔന്നത്യത്തിലാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ മതപഠനമാണ്, മതബോധമാണ്. ഈ മതബോധമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉത്തരേന്ത്യൻ സുഹൃത്തുക്കൾക്ക് ഇല്ലാതെ പോയത്. നമ്മളിന്ന് നേടിയതിന്റെ മുഴുവൻ അടിത്തറ മദ്രസയാണെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. മദ്രസയിലും പള്ളിയിലും പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദേശമാണ് ശരിക്കും നമ്മളെ ഐക്യപ്പെട്ടും ഒരുമപ്പെട്ടും നിന്നുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ അത് മറന്നു പോകരുത്. അത് മറന്നുകൊണ്ട് നമ്മൾ കളിച്ചാൽ നമ്മുടെ അടിത്തറ തകരും. മദ്രസകൾക്ക് കോട്ടം സംഭവിച്ചാൽ നമ്മുടെ സമൂഹം തകരും. ഈ മുഅല്ലിമീങ്ങൾ ചെയ്യുന്ന സേവനത്തിന്റെ വില മനസ്സിലാക്കാതിരുന്നാൽ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ വിചാരിച്ചോ നമ്മുടെ പണം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്ന്? ആണെങ്കിൽ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ പോകണമായിരുന്നു. നമ്മളെ എണ്ണം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ കരുതിയോ? ആണെങ്കിൽ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. ഗൾഫിൽ പോലും ഈ പ്രതിസന്ധി എണ്ണയുടെ പണമില്ലാത്തത് കൊണ്ടാണോ യമനിൽ പ്രശ്നം? ദാരിദ്ര്യത്തോടെ വന്നു ചേർന്നത് എന്തുകൊണ്ടാണ്? വികസന പ്രവർത്തനത്തിന് സമയമില്ലാതായത് എന്തുകൊണ്ടാണ്? തമ്മിൽ തർക്കിച്ചതുകൊണ്ട്. ഈജിപ്തിന്റെ മണ്ണിൽ വികസനം നടത്താൻ സൗകര്യമില്ലാത്തത് കൊണ്ടാണോ ദാരിദ്ര്യത്തിലേക്ക് ഈജിപ്ത് പോകുന്നത്? എന്തുകൊണ്ടാണ്? തമ്മിലടി കൊണ്ട്. ഈ തമ്മിലടിയും ഭിന്നതയും ഏത് രാജ്യത്ത് വന്നാലും തകരും. തകർച്ചയുടെ തുടക്കമാണത് ഭിന്നത. അള്ളാഹുവിന്റെ പരിശുദ്ധതയിൽ ഗൗരവത്തോടെ പഠിപ്പിച്ചൊരു കാര്യമതാ. പള്ളി നിർമ്മിച്ചുകൊണ്ട് പോലും നിങ്ങൾ ഭിന്നത കാണിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. നമ്മുടെ ഈ ആദർശം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധത്തിന്റെ ശരിയായ ആദർശമാണ്. ആ ആദർശത്തിലൂടെ തന്നെ കുട്ടിക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. മഹാനായ വരക്കൽ മുല്ലക്കായ് തങ്ങളും പിൽക്കാലത്ത് ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദും ശംസുലമയും ഒക്കെ കാണിച്ചെന്ന മഹനീയമായ മാതൃകയുണ്ട്. ആ മാതൃകയാണ് ശരിക്കും നമ്മൾ സമൂഹത്തിൽ പഠിപ്പിച്ച് പകർന്നു കൊടുക്കേണ്ടത്. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ സമുദായത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന സകല വൃത്തികേടുകൾക്കും പരിഹാരമുണ്ടാക്കിയത് സമത്വയാണ്. ആളുകൾ പറയും സകല വൃത്തികേടുകളും സമൂഹത്തെ പഠിപ്പിച്ച സമത്വയാണെന്ന്. ഒരിക്കലുമല്ല. ഇവിടെ എന്തൊക്കെ ത്വരീക്കത്തുകൾ വന്നു. ചോറ്റൂർ കുറൂർ ത്വരീക്കത്തുകൾ വന്നുകൊണ്ട് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹ് ഉണ്ടെന്ന് ബോധ്യപ്പെടും വരെ നിസ്കരിച്ചാൽ മതി എന്ന് വരെ പറഞ്ഞു വെച്ചു. ആരാ അവരെ നേരിട്ടത്? സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ത്വരീക്കത്തുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികളെയും നമ്മുടെ സമൂഹത്തെയും വഴിതെറ്റിക്കാൻ പലരും മുന്നോട്ട് വന്നിരിക്കുന്നു. ഈമാന്റെ മൊത്ത വിൽപ്പനക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അംഗീകരിച്ചെങ്കിലേ സമൂഹത്തിൽ ഈമാൻ ഉണ്ടാകൂ എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യന്റെ ഈമാൻ ചൂഷണം ചെയ്യാൻ ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എങ്ങനെയും ഈ സമൂഹത്തെ വഴിതെറ്റിക്കാൻ പലരുമുണ്ട്. ഈ സമൂഹത്തിന് നേർവഴി കാണിച്ചു കൊടുക്കണ്ടേ നമ്മൾ?
ആ നേർവഴിക്ക് നമ്മുടെ ഉമ്മത്തിനെ നയിക്കണമെങ്കിൽ അതിന് സമത്വ കേരള ജംഇയ്യത്തുലമയുടെ സാന്നിധ്യം വേണം. ആ സമത്വയുടെ സാന്നിധ്യമില്ലെങ്കിൽ സമൂഹത്തിന് നടക്കില്ല. സമത്വ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന്റെ കൃത്യവും വ്യക്തവുമായ മറുപടി കേരളത്തിൽ വന്ന മതകീയമായ മാറ്റം തന്നെ. ഈ മതപരമായ പ്രബുദ്ധതയും പ്രതിബദ്ധതയും കേരളത്തിലുണ്ടാക്കിയത് സമത്വ കേരള ജംഇയ്യത്തുലമയാണ്. ആ സമത്വ കേരള ജംഇയ്യത്തുലമ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് 90 വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തിന് നിറപ്പറ മുന്നിൽ വെച്ചുകൊണ്ട് ഈ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു വീട്ടിൽ നിന്നൊരു 100 രൂപയെങ്കിലും സമത്വക്ക് കൊടുക്കണം. ഒരു വിഭവ സമാഹരണം നമ്മൾ നടത്തി. അതിനെപ്പോലും ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചു. സത്യത്തിന് സമത്വ കേരള ജംഇയ്യത്തുലമ ചെയ്യുന്നതൊന്നും കൊട്ടിഘോഷിക്കാത്ത ഒരു സംഘടനയാണ്. ചെയ്യുന്നതൊന്നും സമത്വം പ്രചരിപ്പിക്കാറില്ല. സമത്വ കേരള ജംഇയ്യത്തുലമ ഈ സമൂഹത്തിൽ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ഒരു ചെറിയ ഉദാഹരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഞാൻ കാണിക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മുടെ മുഅല്ലിങ്ങൾക്ക് സമത്വ കേരള ജംഇയ്യത്തുലമ ചെയ്യുന്ന പ്രവർത്തനം നോക്ക് നിങ്ങൾ. ഇപ്പൊ ചിലരൊക്കെ വന്നിട്ട് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട് നമ്മുടെ നാട്ടിലെ മദ്രസയെക്കുറിച്ച്. നമ്മുടെ നാട്ടിലെ മദ്രസ നമ്മളുണ്ടാക്കി. മദ്രസയിൽ ബെഞ്ചും ഡെസ്കും നമ്മളുണ്ടാക്കി. മദ്രസയിൽ മുഅല്ലിങ്ങൾക്ക് നമ്മൾ ശമ്പളം കൊടുത്തു. മദ്രസയിലെ മുഅല്ലിങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു. പിന്നെ എന്താ സമത്വക്ക് ഇതിന്മേൽ അധികാരം? സമത്വയുടെ മദ്രസ എന്ന് എങ്ങനെയാ പറയാ? അത് നാട്ടുകാരുടെ മദ്രസയാണ്, ഇഷ്ടമുള്ളവർക്ക് പങ്കുവെക്കാമെന്ന രീതിയിൽ. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓർത്തു നോക്ക്. ഈ സംവിധാനം ഇവിടെ നിലനിർത്താൻ സമത്വക്കുറിച്ച് പ്രയാസമുണ്ട്. എന്തേ കേരളത്തിന്റെ പുറത്ത് തമിഴ്നാട്ടിൽ ആശാരിമാരെ കിട്ടാത്തത് കൊണ്ടാണോ മദ്രസയിൽ ഫർണിച്ചർ ഉണ്ടാവാതെ വന്നത്? അവിടെ കോൺട്രാക്ടർമാരെ കിട്ടാത്തത് കൊണ്ടാണോ ബിൽഡിംഗ് ഇല്ലാതെ വന്നത്? ഈ ബിൽഡിംഗും ഈ മദ്രസയും ഈ കെട്ടിടവും ഒന്നും പോരാ. ആദ്യം നമ്മുടെ ജനങ്ങൾക്ക് നടത്തണമെന്ന് തോന്നിക്കണം. പിന്നെ അതിനൊരു കരിക്കുലം വേണം. പിന്നെ പഠിപ്പിക്കാൻ യോഗ്യരായ മുഅല്ലികളെ സൃഷ്ടിക്കണം. പിന്നെ ഈ സമൂഹത്തിൽ പരീക്ഷ നടക്കണം, റിസൾട്ട് പ്രസിദ്ധീകരിക്കണം, സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അത്ര വലിയൊരു സംവിധാനം നിലനിർത്തിക്കൊണ്ടുപോകാൻ കോടികളുടെ ചെലവുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല. നമ്മുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീനും സമത്വ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും ചെയ്യുന്ന സേവനം നോക്കുക നിങ്ങൾ. 1975 മുതൽ നമ്മുടെ മുഅല്ലിങ്ങൾക്ക് സർവീസ് ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. സർവീസ് ആനുകൂല്യം. ഈ സർവീസ് ആനുകൂല്യം കഴിഞ്ഞ കൊല്ലത്തെ കണക്കനുസരിച്ച് 1,71,97,565 രൂപ കൊടുത്തു മുഅല്ലിമിന്. 1.25 കോടി രൂപ മുഅല്ലിമിന് സമത്വം കൊടുത്തു. നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു പൈസ പിരിപ്പിച്ചിട്ടില്ല. വീട് നിർമ്മിക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്ത മുഅല്ലിമീങ്ങൾക്ക് സമത്വ സഹായം കൊടുത്തു. 2,62,25,765. നേരത്തെ പറഞ്ഞ 1.25 കോടിയും ഈ 2.25 കോടിയും എത്ര കോടിയായി കണക്കൂട്ടിക്കോ. വിവാഹ ധനസഹായം എന്ന രീതിയിൽ പാവ മുഅല്ലിമീങ്ങൾക്ക് മക്കളെ കെട്ടിക്കാൻ സഹായത്തിന് 3,85,98,490 രൂപ കൊടുത്തു. ആരൊക്കെയാ വാങ്ങിയത് എന്ന് നാളെ ഈ മുഫത്തിസിന്റെ കൂടെ നിങ്ങൾ ചേളാരിയിൽ പോയാൽ അയാളെടുത്ത് കാണിച്ചു തരും. വൗച്ചർ, ഒപ്പിട്ട പേപ്പർ, എല്ലാ രേഖയും. ആര് വാങ്ങി, ആർക്ക് കൊടുത്തു, കൃത്യകണക്കാ. ചികിത്സക്ക് പാവം മുഅല്ലിമീങ്ങൾ രോഗികളായി കിടന്നപ്പോൾ അടിയന്തരമായി ചികിത്സക്ക് എത്തിച്ചു കൊടുത്തു 32,07,445 രൂപ. മുഅല്ലികൾ മരിച്ചപ്പോൾ വിധവകൾക്ക് എത്തിച്ചു കൊടുത്തു 15,84,750 രൂപ. മുഅല്ലിമീങ്ങളെ മരണാനന്തര ചെലവിന്, സേവനം ചെയ്യുന്ന മുഅല്ലിമീങ്ങളെ മരണാനന്തര ചെലവിന് മാത്രം കൊടുത്തു 7,78,000 രൂപ. കിണറും കക്കൂസ് നിർമ്മിക്കാൻ 7,63,000 രൂപ കൊടുത്തു. 22 വീട് നിർമ്മിച്ചു കൊടുത്തു. കഴിഞ്ഞ സമ്മേളനത്തിൽ 58 ലക്ഷം രൂപയായി. 1998 മുതൽ പെൻഷൻ കൊടുക്കുന്ന മുഅല്ലിങ്ങൾക്ക് പെൻഷൻ കൊടുത്ത ഇനത്തിൽ 1,05,99,920 രൂപ കൊടുത്തു. ചെറിയ തുകയാണെങ്കിലും അത് കിട്ടാൻ മരുന്ന് വാങ്ങാൻ കാത്തുന്ന പാവങ്ങളുണ്ട്. പഠിക്കണം നിങ്ങൾ. നിങ്ങളെ മദ്രസ നിങ്ങൾ കെട്ടിയിട്ട് നിങ്ങളെ മദ്രസയിൽ ഉയർന്ന ക്ലാസ് തുടങ്ങിയാൽ മദ്രസയ്ക്ക് ഗ്രാന്റ് കിട്ടും. കമ്മിറ്റിയോട് ചോദിച്ചാൽ മതി. 1,53,29,000 രൂപ ഗ്രാന്റ് കൊടുത്തു മദ്രസക്ക്. ചേളാരിയിൽ നിന്ന് കൊടുത്തതാ. 1,53,29,000. റേഞ്ചിന് അലവൻസ് ഉണ്ട്, മോഡൽ ക്ലാസ്സിന് അലവൻസ് ഉണ്ട്, പ്രവർത്തന അലവൻസ്. ഒരു റേഞ്ച് സെക്രട്ടറി കൊടുക്കുന്നുണ്ട്. ഒരു റേഞ്ച് സെക്രട്ടറി 417 റേഞ്ചിന്റെ ഒരു റേഞ്ച് സെക്രട്ടറിക്ക് 1,800 രൂപ കൊടുക്കുന്നുണ്ട്. സർവീസ് ആനുകൂല്യങ്ങളും പലതുമായി മുഅല്ലിങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട്. പാവം മുഅല്ലിമീങ്ങൾ അത് പറയാത്തത് നിങ്ങൾ ശമ്പളം കുറക്കുന്നു പേടിച്ചിട്ടാ. അല്ലെങ്കിൽ തന്നെ കുറഞ്ഞ ശമ്പളം കൊടുക്കുള്ളൂ. ചില്ലറ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ആ മുഅല്ലിങ്ങളെ പിടിച്ചു നിർത്തുന്നത്. വീടിന് തറക്കല്ലിട്ട് അപേക്ഷ കൊടുത്താൽ പരിശോധിച്ച് വീടിന് സംഭവം കൊടുക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ റബീഉൽ അവ്വൽ യോഗങ്ങളിലും സമ്മേളനങ്ങളിലും വാർഷികങ്ങളിലുമൊക്കെ ഒരു ചെറിയ കവർ കൊടുക്കും കുട്ടികൾക്ക്. കെ ഹസ്രത്ത് അവാർഡ്, അതുപോലെ തന്നെ ഉസ്മാൻ സാഹിബ് അവാർഡ്, മാനുസ്ലാൻ അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്.
ആ അവാർഡ് കൊടുക്കുമ്പോൾ ശംസുലമ അവാർഡ് കൊടുക്കുമ്പോൾ അവാർഡിന് മാത്രം 2,03,61,251 രൂപ കൊടുത്തു. 2 കോടി. ഇപ്പൊ ഞാൻ ഈ വായിച്ച എത്ര കോടിയായി? ഈ കോടികളുടെ ബാധ്യത സമത്വ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളുടെ ഒരു പൈസയും ചോദിച്ചിട്ടില്ലല്ലോ. നമ്മളൊന്നും കൊട്ടിഘോഷിക്കാറില്ല. ഇപ്പൊ നമുക്ക് ഒരുപാട് ചെലവുകൾ. എന്താ ചെലവുകൾ? സമത്വ കൊടുക്കുന്ന സഹായം തികയാതെ വരികയാണ്. നിങ്ങൾ ഒരു 2ാം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കോഴിക്കോട്ട് ഓഫീസിൽ വന്നാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, അതുപോലെ തന്നെ ഭാര്യമാർക്കും മക്കൾക്കും രോഗമുള്ളവര്, ആക്സിഡന്റ് പറ്റി ആശുപത്രിയിൽ കിടക്കുന്നവർ, ഓപ്പറേഷന് വിധേയരായവര് ഒരു അപേക്ഷ എഴുതി തയ്യാറാക്കി സമത്വയുടെ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ടാവും. കെട്ടുകിടക്കുന്ന അപേക്ഷ ഉണ്ടാകും ഓരോ മാസവും. ഓരോന്നും വായിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ കഴിയില്ല. വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി തന്നെ അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റി ഒരു സഹായം കൊടുക്കും, ജമിയത്തുൽ മുഅല്ലിമീൻ കൊടുക്കും. പിന്നെ അത് വിലയിരുത്താൻ വിദ്യാഭ്യാസ ബോർഡ് മീറ്റിംഗിൽ വരും. ബോർഡ് മെമ്പർ എന്ന രീതിയിൽ 11 മണി മുതൽ 2 മണി, 2:30 മണി, 3 മണി വരെ ചർച്ച ചെയ്യുമ്പോൾ യോഗത്തിന്റെ മിക്ക ഭാഗവും ഈ സാധുക്കളുടെ സഹായത്തിന് വേണ്ടിയാണ് ചെലവാക്കാറുണ്ട്. അത് കൊടുക്കേണ്ടവരാണോ യോഗ്യനാണോ എന്ന് പരിശോധിക്കാൻ പോലും നിൽക്കേണ്ട. കാരണം അത്രയും യോഗ്യരെ അപേക്ഷിക്കും. കോടിക്കണക്കിന് രൂപയാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ സഹായം വേണം. അതാണ് ദഅവത്തിനൊരു കൈത്താങ് എന്ന രീതി നമ്മൾ പിരിപ്പിച്ചത്. ചില ആളുകൾ അതുപോലും തെറ്റിദ്ധരിപ്പിച്ചു. അതുപോലും ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. ഈ പാവപ്പെട്ട മുഅല്ലിങ്ങൾ രംഗത്തിറങ്ങിയപ്പോ നമുക്ക് സമൂഹത്തിന്റെ സഹായം ലഭ്യമായി. അതിന്റെ കണക്കും വരവും കൃത്യമായി സമൂഹത്തിൽ വരും. അത് വേറെ കാര്യം. ഒരു നയാ പൈസ ദുർവ്യയം ചെയ്യാതെ കൃത്യമായി അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തിക്കും. അതാണ് സമത്വയുടെ പാരമ്പര്യം. ആ വിശ്വാസ്യതയാണ് സമത്വയെ ഇവിടെ എത്തിച്ചത്. ആ സമത്വ കേരള ജമിയത്തിനുടെ ചാലക ശക്തിയാണ് വിദ്യാഭ്യാസ ഏജൻസി. ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ അവരെ ജോലി നന്നാക്കാൻ വേണ്ടി വല്ലതും ചെയ്യാറുണ്ടോ? അവകാശങ്ങൾ ചോദിച്ച മുദ്രാവാക്യം മുഴക്കുകയല്ലാതെ. എന്നാൽ ഈ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന ഈ സംഘടന അങ്ങനെയല്ല. മാസാമാസം യോഗം ചേർന്ന് ഞങ്ങളെ ജോലി എങ്ങനെ ഭംഗിയായി നിർവഹിക്കണം എന്നാണ് അവർ പഠിക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മുഅല്ലിങ്ങളുടെ സേവനം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ദീനുണ്ടായതെന്ന് പഠിക്കണം. നമ്മൾ ശരിക്കും നമ്മുടെ മുഅല്ലിങ്ങളെ ആദരിക്കണം. അവർക്ക് വേണ്ടതൊക്കെ ചെയ്തുകൂടാ. ഇപ്പൊ അടുത്ത കാലത്ത് നമ്മളൊരു ചെറിയ മുഅല്ലിം കിറ്റ്, ഒരു ചെറിയ റിലീഫ് നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ ഇവിടെയുമുണ്ട്. ആ റിലീഫിനൊക്കെ നമ്മൾ എത്ര കൊടുത്താലും മതിയാവില്ല. കാരണം എന്താ? ഇൽമ് ശരിക്ക് സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന ഈ മുഅല്ലിങ്ങൾക്ക് നമ്മൾ എന്ത് സഹായം ചെയ്താലും അത് മതിയാവില്ല. മതിവരാത്ത സഹായമായിരിക്കും അത്. ഇത്ര നല്ല സേവനം ചെയ്യാൻ പടച്ചറബ് അവരെ തെരഞ്ഞെടുത്തു എന്ന് അവർക്ക് ഭാഗ്യം. പക്ഷെ എന്തോ സമൂഹം ആ കാര്യം മനസ്സിലാക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ മതസൗഹാർദ്ദം വരെ നിലനിർത്തുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ട്. ഇവിടെ ഉത്തരേന്ത്യയിലെ മുസ്ലിം സമൂഹം ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവരുമായി എപ്പോഴും സംഘട്ടനത്തിലാണ്. കേരളത്തിലൊരു പള്ളിയോ മദ്രസയോ എവിടെയും സംഘട്ടനത്തിന്റെ കേന്ദ്രബിന്ദുവായിട്ടില്ല. എന്താ കാരണം? രാജ്യസ്നേഹം മുതൽ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് വരെ മദ്രസയിൽ മുഅല്ലിങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന 100 കണക്കിന് ഉദ്യോഗസ്ഥന്മാരും ചേളാരിയിൽ. ഇവിടുത്തെ അധ്യക്ഷനെ പോലെയുള്ള പ്രഗത്ഭരായ ഈ കാര്യം നിയന്ത്രിക്കാൻ പറ്റുന്ന ഇൻസ്പെക്ടർമാർ 100-ലധികം, കാരികമാര് വേറെ, അതുപോലെ തന്നെ മുബല്ലിഗുകൾ വേറെ. അങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ സകല നാടിപിടിപ്പുകളും മനസ്സിലാക്കി അവർക്കിടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സാമൂഹ്യ സേവനം നിർവഹിക്കുന്ന ഒരു പടയണി. ആ പടയണിക്ക് നേതൃത്വം കൊടുക്കുന്ന സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയും ഇതിന്റെ കേന്ദ്ര നേതൃത്വമായ ജമിയത്തുൽ മുഅല്ലിമീൻ വിദ്യാഭ്യാസ ബോർഡ്, ഇതിന് തുല്യമായ സേവനം ദീനി രംഗത്ത് ചെയ്യുന്നൊരു സംവിധാനം വരണ്ടോ? ഇതാ വരാൻ പോകുന്ന പരിശുദ്ധ റമദാൻ പൊതുപരീക്ഷ നടക്കും. നിങ്ങൾ ചേളാരിയിൽ ചെന്നിട്ട് സൗകര്യമുണ്ടെങ്കിൽ പൊതുപരീക്ഷയ്ക്ക് ശേഷമുള്ള സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ക്യാമ്പ്, കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പ് ഒന്ന് സന്ദർശിക്കണം നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും സമത്വയുടെ വലിപ്പം. ആരെന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾ ഇപ്പോഴും സമത്വക്കൊപ്പമാണ്. 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പേപ്പർ മാത്രമേ അവിടെ വരൂ. ബാക്കിയുള്ള ക്ലാസ്സിൽ ഒന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ളവർ അവരുടെ മദ്രസയിലെ മുഴുവൻ കുട്ടികളുടെ പേപ്പർ കൊണ്ടുവന്നാലും സമത്വയുടെ 5ാം തരം മദ്രസയിൽ മാത്രം പഠിക്കുന്ന കുട്ടികൾക്കൊപ്പം എത്തിയാൻ പോയിട്ട് അതിന്റെ കാൽഭാഗം പോലും ഉണ്ടാവില്ല. ആ മൂല്യനിർണ്ണയ ക്യാമ്പ് നിങ്ങളൊന്ന് സന്ദർശിക്കണം. അതുപോലെ തന്നെ നിർണ്ണയ ക്യാമ്പ് നമുക്ക് മാത്രമേ സംഘടിപ്പിക്കാൻ പറ്റൂ. അത് ജനങ്ങൾ നമ്മളിൽ അർപ്പിച്ച വിശ്വാസമാണ് ഇന്നും. ആ വിശ്വാസം ഇപ്പോഴും സമത്വം കാത്തു സൂക്ഷിക്കും. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ എന്ന് പറഞ്ഞ ആ വലിയ സംഘത്തെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ നയിക്കുന്നു. വിദ്യാഭ്യാസമുണ്ട് കീഴ്ഘടകമായ ജംഇയ്യത്തുൽ മുഅല്ലിമീനിലൂടെ. ഈ ജംഇയ്യത്തുൽ മുഅല്ലിമീനു വേണ്ടി സമത്വക്ക് വേണ്ടി സേവനം ചെയ്ത മാനുമുസ്ലിയാർ എന്ന് പറയുന്ന മഹാവ്യക്തിത്വത്തിന് കോഴിക്കോട്ട് വെച്ച് ഈ മുഅല്ലിങ്ങളുടെ യാത്രയപ്പ് കൊടുത്തത് നിങ്ങൾ കണ്ടല്ലോ. മാനുമുസ്ലിയാരുടെ വിദ്യാഭ്യാസ ബോർഡ് പിടിച്ചു നിർത്താൻ കഠിനാധ്വാനം ചെയ്ത വ്യക്തി. അദ്ദേഹം ഈ മുഅല്ലിങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അവരെ മുഴുവൻ നിറകണ്ണുകളോടെ കണ്ട് അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് മരിച്ച് അവർ മയ്യത്ത് നമസ്കരിച്ച് പിരിഞ്ഞു. ഞാനിപ്പോഴും ഓർക്കും, ആ മഹാനായ മനുഷ്യന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ അവിടെ തടിച്ചുകൂടിയത്
ഒരിക്കലും തടിച്ചുകൂടാൻ സാധ്യതയില്ലാത്ത സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും നമ്മുടെ ആളുകളാണ്. ആ മുഅല്ലിങ്ങൾ ഒരിക്കലും മാനവസരായി മരിച്ചാൽ ഒന്നിച്ചൊരു മയ്യത്ത് നിസ്കരിക്കാൻ ജമാഅത്തിന് വരിക. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഏറ്റവും വലിയ ജമാഅത്ത്. ആ ജമാഅത്തിന് പടച്ചറപ്പ് അവസരമുണ്ടാക്കി കൊടുത്തത് ദീനിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഖിദ്മത്തിന് പടച്ചറപ്പ് കൊടുത്ത പ്രതിഫലമാണ്. നമ്മുടെ ആക്കിബത്തും പടച്ചറപ്പ് നന്നാക്കി തരുമാറാവട്ടെ. നിങ്ങളൊക്കെ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മുടെ മുഅല്ലിങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന സകല സഹായങ്ങളും സംവിധാനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണ് നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ഡ്യൂട്ടി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ശാരീരികമായ പ്രയാസമുണ്ട്. ഞാനങ്ങനെ പറയാറില്ല, ഞാനങ്ങനെ പ്രകടിപ്പിക്കാറില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ക്ഷമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പിന്നിലുള്ള പ്രിയപ്പെട്ട പ്രവർത്തകർ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുമെന്നതുകൊണ്ടും നേരത്തെ സലാഹുദ്ദീൻ ഫൈസി ഭംഗിയായി ബോധ്യപ്പെടുത്തിയതുകൊണ്ടും റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീനെ കുറിച്ചും മതവിദ്യാഭ്യാസത്തെക്കുറിച്ചും നിങ്ങൾ ഒന്നുകൂടി ഉണർന്ന് ചിന്തിക്കണം. അതോടൊപ്പം ഈ റിലീഫ് പ്രവർത്തനം, നമ്മുടെ മുഅല്ലിങ്ങൾക്ക് വേണ്ടിയുള്ള റിലീഫ് കിറ്റുകൾ അത് നന്നായി പ്രകടിപ്പിക്കുവാനും അത് നൽകുവാനുമുള്ള സംവിധാനങ്ങളെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സാന്ദർഭികമായി ഇതിൽ പങ്കെടുക്കാൻ അല്ലാഹു അവസരം നൽകിയതിൽ അവരെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാ ഖുർആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.